അങ്ങനെ സൂര്യണ്ണന്റെ മലങ്കൾട്ട് പടം കണ്ട് ഏതെന്നറിയാം? കറുപ്പല്ല കുറുപ്പ്. എന്താ പറഞ്ഞാൽ ഒരു കഥയില്ല. ആകെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇന്ദ്രൻസ് ഏട്ടൻ്റെ ആ ഒരു കഥയാണ്. മാല മോഷണമാണ്, പോലീസ് സ്റ്റേഷനിൽ ഇന്ദ്രൻസ് ഏട്ടൻ പോവും, പക്ഷെ കേസ് അവിടെ ഒന്നും ഇതാവൂല, ഒരു തള്ളിക്കളയാം. പക്ഷെ കോടതിയിൽ പോവും. കോടതിയിലാണ് പിന്നെ സൂര്യണ്ണൻ്റെ ഒരു രക്ഷക കളി വരുന്നത്. സൂര്യണ്ണൻ ദേവുവാണ്, പിന്നെ വക്കീലാണ്. അതാണ് പറയുന്നത് രക്ഷ. ഇത് വിജയണ്ണൻ ചെയ്യേണ്ട പടമായിരുന്നു, പക്ഷെ വിജയണ്ണൻ ഭാഗ്യമുണ്ട് ഇത് ചെയ്യാറുള്ളത്. സൂര്യണ്ണൻ റെട്രോയും കങ്കുവും എടുത്ത് വെച്ചെന്ന് പറയും. പിന്നെ എനിക്ക് കാഞ്ചനേൻ്റെ ഒക്കെ ഒരു ഫീല് വന്ന്. പിന്നെന്താ പറഞ്ഞാൽ ഇതിൽ കുറേ റെഫറൻസ് ഉണ്ട്. വിജയണ്ണൻ്റെ ഡൂപ്പൊക്കെ വരുന്നുണ്ട്, ലിയോ ദാസ്. അപ്പോൾ ഒന്നും പറയാനില്ല. സോറി പാർത്ഥിപൻ. എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ഇന്നലെ ബുക്കിങ് ക്യാൻസൽ ആയപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഓർത്തപ്പോൾ എൻ്റെ പൈസ പോയി. ഈ സൂര്യനൊരു നിർഗുണ ആക്ടറായി പോയതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. നിർഗുണ ആക്ടർ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാറില്ല. ഇങ്ങനെ എന്ത് നല്ലോണം അഭിനയിച്ച നടനാണ്. ഇപ്പം പൈസയ്ക്ക് വേണ്ടി മാത്രം സൂര്യനെ സിനിമകൾ ചെയ്യുന്നുള്ളൂ. ഇപ്പം അടുത്തേറെ മലങ്കൾട്ട് സഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്ത പടം എന്ന് പറഞ്ഞാൽ ദുരന്ത പടം. ആരും പോയി കാണരുത്. മലങ്കൾട്ട് വരും. പിന്നെ മുളകൊണ്ടുള്ള എന്തൊക്കെ ഒന്നുണ്ട്. എന്താ പറഞ്ഞാൽ മുളകൊണ്ട് കളിച്ചാലും നമ്മളെ മൂഡിനാണ് പുകയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പൈസ പോയി എണീറ്റ് പോകണമെന്നുണ്ട്, പക്ഷെ എൻ്റെ പൈസ മുതലാവണ്ട. AC കിടന്നുറങ്ങി. വേറൊന്നും പറയില്ല. മലങ്കൾട്ട് വേണം. സൂര്യണ്ണൻ്റെ അപരാധ സിനിമ. ഈ ചങ്ങായിക്ക് ഇനി എന്തെങ്കിലും ഒരു കംബാക്ക് ഉണ്ടോ? ആ ശിവകാർത്തിയെ അടിച്ച്, പ്രതാപരംഗനാഥ് അടിച്ച്, ഇയാൾക്ക് ഇനി കംബാക്കും ഇല്ല. ഇയാൾ ഇനി റോളക്സ് ഓർലീസ് പറഞ്ഞിട്ടൊന്നും വരണ്ട. ആ ലൊക്കേഷൻ എടുത്ത് ഒഴിവാക്കി. നല്ല കംബാക്കായിട്ട് വാ ചങ്ങായി.